നവോത്ഥാന വർത്തമാനം ടിവിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷാക്കിർ മൗലവി, KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി M അഹമ്മദ് കുട്ടി മദനി, വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി, നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ വൈകല്യങ്ങളെയും സാമൂഹികമായിട്ടുള്ള ജീർണതകളെയും അപജയങ്ങളെയും ഒക്കെ പരിഹരിച്ചുകൊണ്ട് ശക്തിയുക്തം എതിർത്തുകൊണ്ട് സമുദായത്തിനെ നേർവഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക എന്ന ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഈ കാലമത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ഇസ്ലാഹിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, പ്രഭയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പുതിയ കാലത്ത് അതിൻ്റെ ദൗത്യം ഏറി വരികയാണ്. ഒരു ഭാഗത്ത് സമൂഹം വൈജ്ഞാനികമായിട്ട് വലിയ പുരോഗതി പ്രാപിച്ചു എങ്കിൽ പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്ത് തൻ്റെ മകൻ ജിന്നാണെന്ന് കരുതിക്കൊണ്ട് അവനെ പുഴയിലേക്ക് വലിച്ചെറിയണമെന്ന് ഒരു മന്ത്രവാദി ഒരു സഹോദരിയോട് പറയുന്നത്. ആ കർമ്മം ചെയ്തിട്ടുള്ളതിന് പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഒരു സഹോദരിയുടെ ഒരു മാതാവിന്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വൈജ്ഞാനികമായി, വിദ്യാഭ്യാസപരമായി ഒരുപാട് പുരോഗതികൾ പ്രാപിച്ചുവെങ്കിലും മന്ത്രവാദികളുടെയും ആഭിചാരത്തിന്റെയും വിശ്വാസ വൈകല്യത്തിന്റെയും ഒക്കെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം ഇന്നും കേരളീയ സമൂഹത്തിലുണ്ട്. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ ആളുകളുടെ മനസ്സിലേക്ക് സൃഷ്ടാവായിട്ടുള്ള ഏകനായിട്ടുള്ള ദൈവത്തിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധവും അവരുടെ മനസ്സിലേക്ക് പകരുക എന്നത് മാത്രമാണ് ഇതിന്റെ പരിഹാരം. നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾക്കെതിരെ, ജീർണതകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കാനാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾക്കെതിരെ, ജീർണതകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ പ്രവർത്തിക്കാനും സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരുവാനുമാണ് അവരുണ്ടായിട്ടുള്ളത് എങ്കിൽ ആ പ്രവാചകന്മാർക്ക് ശേഷം ഇപ്പോൾ നാം ഇസ്ലാഹി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങൾ ഏറെ ശക്തിയുക്തം ഇനിയുള്ള കാലങ്ങളിൽ നിർവഹിക്കേണ്ടതാണ് എന്നതാണ് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള പരിസരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസ വൈകല്യമാണ് ഒരു ഭാഗത്ത് എങ്കിൽ മറ്റൊരു ഭാഗത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അരുതായ്മകളും ഒക്കെ വേറെ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ആധുനിക സ്വതന്ത്രവാദങ്ങൾ, അതുപോലെ തന്നെ ലിബറലിസം ഒക്കെ മറ്റൊരു ഭാഗത്ത് കുടുംബ സംവിധാനത്തിന് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് ആധുനിക ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇസ്ലാം എന്നും പറയുന്ന പരിഹാരത്തിനെ മുമ്പിലേക്ക് വെക്കുവാനും ആളുകളിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ നിർഭയത്വത്തിന്റെ കേന്ദ്രത്തിലേക്ക് അവരെ എത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിച്ചു വരുന്നത്. ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് MSM അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പോലെ തന്നെ ഈ കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ വിദ്യാർത്ഥി ലോകം വിശേഷിച്ചും വിദ്യാർത്ഥി ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ, ലഹരിക്കെതിരിൽ, ലിബറലിസം തുടങ്ങിയിട്ടുള്ള വാദങ്ങൾക്കെതിരിൽ, അരുതായ്മകൾക്കെതിരിൽ, അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരിൽ വിദ്യാർത്ഥികളെ നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങളിൽ MSM ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അവധിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ MSM നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥി ലോകത്തിന് ശരിയായിട്ടുള്ള മാർഗദർശനം നൽകി മൂല്യബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, നീതിബോധമുള്ള ഒരു തലമുറയായിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിനെ വഴി നടത്തുവാൻ MSM പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തിന് ആവശ്യം ധാർമ്മിക ബോധമാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും ഒരുപാട് വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന, കേട്ടാൽ നെട്ടുന്ന, കേൾക്കാനും വായിക്കാനും കാണുവാനും ഒക്കെ നമ്മളേറെ സങ്കടപ്പെടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടപ്പോൾ കേരളത്തിന്റെ ഭരണാധികാരികൾ പോലും പറയാൻ തുടങ്ങി, ഈ പ്രശ്നത്തിന് പരിഹാരം, ഈ അധാർമിക പ്രവർത്തനങ്ങൾക്ക് പരിഹാരം അത് ധാർമ്മികതയാണ്, മൂല്യബോധമാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂല്യബോധത്തിലേക്ക്, ധാർമ്മികതയിലേക്ക് വഴി നടത്തുവാനാണ് MSM പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള, മൂല്യബോധത്തിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി MSM ഇൻഷാ അല്ലാഹ് ഈ മാതൃഘടകത്തിന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ പിന്തുണയുമായി കൊണ്ട് MSM ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവോത്ഥാന സംഗമത്തിന് ഇസ്ലാഹി കേരളത്തിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ എല്ലാവിധ പിന്തുണയും ആശംസയും നേർന്നുകൊണ്ട് ഇനിയും കേരളത്തിന്റെ ഭൂമിയിൽ, ഈ നാട്ടിൽ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീക്കും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒത്തിരി ദിനങ്ങളടിമയായരഞ്ഞു നീ, ഇത്തിരി സുഖത്തിനും മയങ്ങി വീണു നീ, ഒത്തിരി ദിനങ്ങളടിമയായരഞ്ഞു നീ, മറഞ്ഞിടുന്ന ചിന്ത ബുദ്ധി ശൂന്യതയ്ക്കു നീ, ചീഞ്ഞു വീണളിഞ്ഞ ശവനാമമാണു നീ, മറഞ്ഞിടുന്ന ചിന്ത ബുദ്ധി ശൂന്യതയ്ക്കു നീ, ചീഞ്ഞു വീണളിഞ്ഞ ശവനാമമാണു നീ, വിവേക വിചാരങ്ങളെ വധിച്ച ലഹരിയെ, വികാര വിരൂപങ്ങളെ വരച്ച ലഹരിയെ, വെറുക്കണം, തുരത്തണം, വേരറുക്കണം,
പുലരി നന്മയുള്ള വെട്ടവും പരത്തണം.